ഹലോ, ഇന്ന് കപ്പ വെച്ചുള്ള പുട്ടാണ് ഉണ്ടാക്കുന്നത്. നല്ല ടേസ്റ്റുള്ളൊരു പുട്ടാണിത്. ഈ പുട്ട് കടലക്കറി, മീൻ കറി, ബീഫ് കറി, ചിക്കൻ കറി ഏത് കൂട്ടി വേണമെങ്കിലും കഴിക്കാവുന്നതാണ്. ഇപ്പോൾ കറി ഇല്ലെങ്കിലും വെറുതെ തിന്നാനും നല്ല ടേസ്റ്റുള്ളൊരു പുട്ടാണ്. ഇതുവരെ നിങ്ങളിത് ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഇനി കപ്പ വാങ്ങുമ്പോൾ ഇതുണ്ടാക്കി നോക്കിയാൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇതുണ്ടാക്കാൻ വേണ്ടി ഞാൻ 1 കിലോയുടെ അടുത്ത് വരുന്ന ഒരു നല്ല വലിപ്പമുള്ളൊരു കപ്പയാണ് എടുത്തേക്കുന്നത്. ഇത് തൊണ്ട് കളഞ്ഞ് നന്നായി ക്ലീൻ ചെയ്ത് എടുക്കുക. ഇതിലിട്ട് വേണം ഉരക്കുവാൻ. കപ്പ ചെറിയ പീസുകളാക്കി അതിൻ്റെ ഉള്ളിലെ നാര് കളഞ്ഞിട്ട് വേണം ഇത് ഉരച്ചെടുക്കുവാൻ. അധികം വലിപ്പമില്ലാത്ത പീസുകളാണെങ്കിൽ പെട്ടെന്ന് ഉരച്ചെടുക്കാൻ സുഖമായിരിക്കും. ഉരക്കുന്നതിനേക്കാൾ മുമ്പ് അതിൻ്റെ കിഴങ്ങിൻ്റെ ഉള്ളിലുള്ള നാര് കളഞ്ഞിരിക്കണം. പിന്നെ ഓരോരുത്തർക്ക് ഉരക്കാൻ സൗകര്യമാവുന്ന വിധത്തിൽ 4 പീസ് അല്ലെങ്കിൽ അതിൻ്റെ ചെറിയ പീസുകളാക്കിയിട്ട് വേണമെങ്കിൽ ഉരച്ചെടുക്കാം. എല്ലാനും ഉരച്ചെടുത്ത ശേഷം അത് കഴുകിയെടുക്കണം. കപ്പയുടെ ആ കട്ട്, അതായത് സ്റ്റാർച്ച് കളഞ്ഞെടുക്കാൻ വേണ്ടിയാണ് കഴുകിയെടുക്കുന്നത്. അതിൻ്റെ വെള്ളം തെളിയണ വരെ ഞാൻ 3 പ്രാവശ്യമാണ് ഇത് കഴുകിയെടുത്തത്. എല്ലാനും കഴുകിയെടുത്ത ശേഷം നന്നായിട്ട് അതിൻ്റെ വെള്ളം നന്നായി പിഴിഞ്ഞ് കളഞ്ഞിരിക്കണം. അല്ലെങ്കിൽ പുട്ടുണ്ടാക്കുമ്പോൾ വെള്ളം കൂടിപ്പോകും. അതുകൊണ്ട് ഇത് പിഴിഞ്ഞെടുക്കുമ്പോൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കണം. നന്നായി വെള്ളം പിഴിഞ്ഞ് കളഞ്ഞിട്ട് വേണം ഇതെടുക്കുവാൻ. എല്ലാനും പിഴിഞ്ഞെടുത്ത ശേഷം ആവശ്യമായ അരിപ്പൊടിയും ഉപ്പും തേങ്ങയും ഇട്ട് കൊടുക്കാം. 1 കപ്പക്ക് 1 ഗ്ലാസ് അരിപ്പൊടി, അതായത് പുട്ടുപൊടിയാണ് എടുത്തേക്കുന്നത്. പത്തിരിപ്പൊടി ആയാലും കുഴപ്പമൊന്നുമില്ല. ഞാൻ പുട്ടുപൊടിയാണ് എടുത്തേക്കുന്നത്. അപ്പോൾ 1 ഗ്ലാസ് പുട്ടുപൊടിയും പിന്നെ പിഴിഞ്ഞെടുത്ത കപ്പയും കൂടി മിക്സ് ചെയ്യാം. പിന്നെ ആവശ്യത്തിന് ഉപ്പിടാം. പിന്നെ കുറച്ച് തേങ്ങയും കൂടി ഞാൻ ഇട്ടിട്ടുണ്ട്. ഇതെല്ലാനും കൂടി കുഴച്ചെടുക്കുക. കുഴച്ച ശേഷം ഇത് പിടിച്ച് നോക്കുമ്പോൾ പിടി വരുന്നുണ്ടെന്ന് നോക്കണം. ഇപ്പോൾ പലരുടെയും ചിലപ്പോൾ അളവ് കപ്പകളുടെ വലിപ്പം കൂടുതലും പിന്നെ അരിപ്പൊടിയുടെ വ്യത്യാസവും കാരണം ചിലപ്പോൾ ആവശ്യത്തിന് വെള്ളം കറക്റ്റ് അല്ലെങ്കിൽ പിടിച്ച് നോക്കിയിട്ട് വെള്ളം ഇനിയും വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി വെള്ളമൊഴിച്ച് മിക്സ് ചെയ്യുക. വെള്ളം ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഒഴിച്ചെടുത്താൽ മതി. എനിക്ക് ഇപ്പോൾ പുട്ടുപൊടി ആയതുകൊണ്ട് കുറച്ച് നേരം വെച്ചുകൊണ്ടിരിക്കുമ്പോൾ അത് ഡ്രൈ ആയി പോകും. അതുകൊണ്ട് എനിക്ക് കുറച്ചും കൂടി വെള്ളം ഒഴിക്കേണ്ടി വന്നു. 1/4 ഗ്ലാസോളം വെള്ളം ഒഴിക്കേണ്ടി വന്നായിരുന്നു. അപ്പോൾ ഞാൻ വെള്ളം ഒഴിച്ചും കൂടി കുറച്ച് വെള്ളത്തിൻ്റെ ആവശ്യം എനിക്ക് വേണ്ടി വന്നായിരുന്നു. ഞാൻ പുട്ടുപൊടിയാണല്ലോ എടുത്തത്. ഇപ്പോൾ പത്തിരിപ്പൊടിയാണെങ്കിൽ ചിലപ്പോൾ വെള്ളത്തിൻ്റെ ആവശ്യം വരില്ല. അത് ഇങ്ങനെ കുഴച്ച് നോക്കി മിക്സ് ചെയ്ത ശേഷം എങ്ങനെയാണെന്ന് നോക്കിയിട്ട് വേണം. വെള്ളത്തിൻ്റെ ആവശ്യം ഉണ്ടെങ്കിൽ കുറച്ച് നേരം വെച്ച് കഴിഞ്ഞിട്ട് വെള്ളത്തിൻ്റെ ആവശ്യം ഉണ്ടെങ്കിൽ അത് കുറേശ്ശെ വെള്ളമൊഴിച്ച് കൊടുത്ത് കുറേശ്ശെ മാത്രം വെള്ളമൊഴിച്ച് കൊടുത്ത് മിക്സ് ചെയ്ത് മിക്സ് കുറച്ച് പിടിച്ച് നോക്കുമ്പോൾ പിടി ആവുന്നുണ്ടെങ്കിൽ അത് കറക്റ്റ് പാകമായി എന്നർത്ഥം. അത് കഴിഞ്ഞിട്ട് കുറച്ച് നേരം എടുത്ത് വെച്ചേക്കണം. ഒരു 10-15 മിനിറ്റ് എടുത്ത് വെച്ച ശേഷം നമുക്ക് പുട്ടുണ്ടാക്കാൻ തുടങ്ങാം. ആദ്യം കുറച്ച് തേങ്ങാപ്പീര ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഈ മിക്സ് ഇടുക. അത് കഴിഞ്ഞിട്ട് പിന്നെയും തേങ്ങ ഇട്ട് ബാക്കിയും കൂടി പൊടിയിട്ട് അത് നിറച്ച് ആവി വന്ന ശേഷം ഒരു 10-15 മിനിറ്റ് വേവിച്ചെടുക്കുക. 10 മിനിറ്റിനുള്ളിൽ ഇത് വെന്ത് കിട്ടും. ഇതുപോലെ എല്ലാവരും കപ്പ വെച്ച് ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെടും ഇതുപോലത്തെ പുട്ട്. ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഈ കപ്പയുടെ ടേസ്റ്റുള്ള ഒരു പുട്ടായിരിക്കും ഇത്. അപ്പോൾ കപ്പ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ തീർച്ചയായും ഇത് ഇഷ്ടപ്പെടും മിക്കവർക്കും. ഇത് കറിയില്ലാതെയും തിന്നാം, കറി കൂട്ടിയും തിന്നാം. കടലക്കറി, മീൻ കറി, ബീഫ് കറി അങ്ങനെ എന്ത് വേണമെങ്കിലും ഇട്ടും കറി കൂട്ടി കഴിക്കാം. കപ്പപ്പുട്ട് ഇതുവരെ ഉണ്ടാക്കാത്തവരാണെങ്കിൽ നിങ്ങളിത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. എല്ലാവർക്കും ഇഷ്ടപ്പെടും.